തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞ് CPIM. വിവാദം അടഞ്ഞ അധ്യായമെന്നും CPIM വിശ്വാസികൾക്കൊപ്പമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ UDF തീരുമാനം ഇന്നുണ്ടാകും. പ്രതിപക്ഷ നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കോൺഗ്രസ് അയ്യപ്പ സംഗമത്തെ എതിർക്കുമ്പോൾ നല്ല കാര്യങ്ങളിൽ നടക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ശ്രീത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത്, ഇതിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം, സുപ്രീം കോടതി വിധി, നവോത്ഥാന മതില്, വലിയ രാഷ്ട്രീയ ചർച്ചകൾ, അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം ആ നിലപാടാണെന്ന് CPM വിലയിരുത്തിയതും അതിനുശേഷം വിശ്വാസ വീടുകളിലേക്ക് കയറി ഇറങ്ങി കാര്യങ്ങൾ വിശദീകരിച്ചതുമാണ്. അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടേക്ക് വെക്കുന്നു. പഴയതൊക്കെ മറന്നല്ലേ ശ്രീത്? ഹാഷ്മി, അങ്ങനെ തന്നെ വേണം കരുതാൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സർക്കാരിനും ദേവസ്വം ബോർഡിനും വരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചോദ്യം, നേരത്തെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചവരല്ലേ നിങ്ങൾ എങ്ങനെയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് പഴയ നിലപാടിൽ തിരുത്തൽ വരുത്തിയത്. ഒന്നുകൂടി വ്യക്തത വരുത്തി മുന്നോട്ട് വരാൻ CPIM നേതൃത്വവും ദേവസ്വം ബോർഡും തയ്യാറായത്. ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച പഴയ നിലപാടല്ല, മറിച്ച് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതാണ് തങ്ങളുടെ സമീപനം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM നയിച്ച LDF-ന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. 19 സീറ്റിലും പരാജയപ്പെട്ടു. അതിനുശേഷം തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ വീടുവീടാന്തരം കയറിയിറങ്ങി ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞു. ആ നിലപാട് ഇനി ഇല്ല, വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറഞ്ഞിരുന്നു. അതേ നിലപാട് ഒരിക്കൽ കൂടി ഈ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ആവർത്തിക്കുന്നതിലൂടെ ഈ ശബരിമല യുവതീ പ്രവേശനത്തിലെ തങ്ങളുടെ നിലപാടിൽ നിന്ന് പൂർണ്ണമായും CPIM മാറുകയാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ PS പ്രശാന്തും സമാനമായ പ്രതികരണം നടത്തിയിരുന്നു. ഇന്ന് CPIM നേതൃത്വം കൂടി നിലപാട് വ്യക്തമാക്കിയതോടെ യുവതീ പ്രവേശന കാര്യത്തിൽ പഴയ നിലപാട്, അതായത് യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന സമീപനത്തിലേക്ക് CPIM-ഉം സർക്കാരും ദേവസ്വം ബോർഡും എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീത്ത്, UDF-ന്റെ തീരുമാനം കൂടി പ്രധാനമാണ്. ഈ ഘട്ടത്തിൽ എന്താണ് നേരത്തെ പ്രതിപക്ഷത പറഞ്ഞിരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പയറ്റിയത് ന്യൂനപക്ഷ പ്രകടനമാണെങ്കിൽ അത് പരാജയപ്പെട്ടു, അതുകൊണ്ട് പ്ലേറ്റ് തിരിക്കുന്നു, അതുകൊണ്ട് പിന്നെ ഭൂരിപക്ഷ പ്രകടനം, അതിൻ്റെ കൂടി ഭാഗമാണ് അയ്യപ്പ സംഘം എന്നാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞു വെച്ചത്. UDF-ന് യോഗം ചേരാൻ പോകുന്നു. ഇതുമായി ക്ഷണിക്കാനെത്തിയവരെ നേരിട്ട് കാണാൻ പോലും പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് കൂടി പ്രധാനമായും അത് രാഷ്ട്രീയ ചർച്ചയായി പരിണാമം പ്രാപിക്കുമ്പോൾ ശ്രീത്. UDF-ന്റെ നിലപാട് തീരുമാനിക്കാനായി ഇന്ന് രാത്രി 7:30 UDF-ന്റെ നേതൃയോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും സെപ്റ്റംബർ 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എന്ത് സമീപനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും കോൺഗ്രസ് ഇതുവരെയുള്ള നിലപാടനുസരിച്ച് അയ്യപ്പ സംഗമത്തിനെതിരാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന ദുരുപദിഷ്ടമായ നീക്കമാണ് ഇത്. അയ്യപ്പ സംഗമം എന്ന വികാരമാണ് കോൺഗ്രസ് നേതാക്കളും മറ്റും പ്രകടിപ്പിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വയനാട്ടിൽ നടത്തിയ പ്രതികരണം നല്ല കാര്യമാണെങ്കിൽ നടക്കട്ടെ എന്നാണ്. അപ്പോൾ UDF ഈ കാര്യത്തിൽ ഒരു പ്രകടമായ അഭിപ്രായ ഭിന്നതയല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ UDF യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് എടുക്കാൻ പോകുന്നത്. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM സ്വീകരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട്. നേരത്തെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ടുകൾ വൻതോതിൽ ഒഴുകിപ്പോയി എന്ന് വിലയിരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു പിറകോട്ട് നടക്കൽ CPM-ഉം അത് നയിക്കുന്ന LDF-ഉം നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിനെ UDF എങ്ങനെയാണ് അതിനോട് നേരിടാൻ പോകുന്നത്, പ്രതികരിക്കാൻ പോകുന്നതെന്ന് ഇന്നത്തെ വൈകുന്നേരത്തെ UDF യോഗത്തിലൂടെ അറിയാൻ കഴിയും. അല്ല ശ്രീത്ത്, നേരത്തെ MD രമേശ് പറയുകയാണ് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ ദുഷ്ടലാക്കെന്ന് പറയുകയാണ്. അത് തിരിച്ചറിയാൻ സാമുദായിക സംഘടനകൾ കഴിയണമെന്ന് പറയണം എന്ന് പറഞ്ഞാൽ NSS-നും SNDP-ക്കും ഒരു പരോക്ഷ വിമർശനം കൂടി അവിടെ ഉണ്ട്. BJP-ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു പരോക്ഷമായെങ്കിലും ഒരു റിഫ്റ്റ് ഉണ്ടോ ശ്രീത്ത്? ഇതിനെ അനുകൂലിക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഹാഷ്മി,
ഈ സമുദായ സംഘടനകൾ പ്രത്യേകിച്ചും ഹൈന്ദവ സമുദായത്തിലെ രണ്ട് പ്രബല സമുദായങ്ങളായ നായർ സമുദായത്തിൻ്റെ സംഘടനയും ഈഴവ സമുദായത്തിൻ്റെ സംഘടനയും SNDPയും അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത് മാത്രമാണ് BJPക്കകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ അയ്യപ്പ സംഗമത്തോടുള്ള എതിർ നിലപാടിൽ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിരുന്നു. ഇപ്പോഴും നേതാക്കൾ ഒറ്റക്കെട്ടല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. എങ്കിൽ പോലും സമുദായ സംഘടനകൾ ഇത്തരമൊരു പ്രത്യേകിച്ചും NSSും SNDPയും ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായി എതിർക്കേണ്ടതുണ്ടോ? ആ സമുദായ സംഘങ്ങളുടെ പിന്തുണ അവിടെ നിന്ന് ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ BJPക്കകത്തുണ്ട്. എന്നാൽ അയ്യപ്പ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ഗൂഢനീക്കങ്ങളുണ്ട് എന്ന വികാരം BJPക്കകത്ത് ശക്തമാണ്. അതിനെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ BJPയുടെ നേതൃത്വത്തിൽ മറ്റും നടക്കുന്നുണ്ട്. യുവതി പ്രവേശന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ നാം വന്നത് BJPയും സംഘപരിവാർ സംഘടനകളുമായിരുന്നു. അന്ന് അതിൻ്റെ രാഷ്ട്രീയ മേൽക്കൈ അവർക്ക് ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ ഗുണം ലഭിച്ചത് UDFനായിരുന്നു. ഇത്തവണയും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനം എങ്ങനെയായിരിക്കണമെന്ന ചർച്ച BJPക്കകത്തും ശക്തമായി നടക്കുന്നുണ്ട്. BJP ഇപ്പോൾ പ്രകടമായ അയ്യപ്പ സംഗമത്തിനെതിരാണ്. ഇന്നലെ നമ്മുടെ ചർച്ചയിലും മറ്റും പങ്കെടുത്ത് BJP നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായം ഇക്കാര്യത്തിലൊരു നിലപാടിൽ നേരിയ അയവ് വരുത്തിയെന്ന് തോന്നിക്കുന്നവയായിരുന്നു. ഓക്കെ, ആർ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.